നമസ്തേ. ഇന്ന് നമ്മൾ ഘോഷയാത്ര എന്ന് പറയുന്ന ലേഖനമാണ് നോക്കുന്നത് കേട്ടോ, കുട്ടികൃഷ്ണന്മാരുടെ. അപ്പോൾ ഭാരത പര്യടനത്തിലെ ഇതിൽ 2 ചോദ്യമാണ് നേരത്തെ വന്നിട്ടുള്ളത്. അതായത് 20 വർഷത്തെ ചോദ്യം പരിശോധിക്കും. ഒന്ന്, നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്ന മാരാരുടെ അഭിപ്രായത്തെ ഘോഷയാത്ര സാധൂകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഈ ലേഖനത്തിൻ്റെ തന്നെ ഒരു സെൻറ്റൻസ് വെച്ചിട്ടാണ്. അങ്ങനെ ഈ ഘോഷയാത്ര പ്രാകൃതത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധർമ്മബോധത്തെ തെളിയിച്ചെഴുതിയ ഒരു വിശിഷ്ട സന്ദർഭമാണെന്ന് വരുന്നു എന്ന് പുനരാവിഷ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് 2020 ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ 2 ചോദ്യമാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ ഘോഷയാത്ര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാവരും കൂടെ ആഘോഷപൂർവ്വം നടത്തുന്ന യാത്രയാണെന്ന്, അല്ലേ? ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഘോഷം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വക അല്ലെങ്കിൽ രാജാവിൻ്റെ വകയിലുള്ള ഗോധനമില്ല, ഒരിടത്തവർ സ്വരുക്കൂട്ടി വയ്ക്കും. ഈ സ്വരുക്കൂട്ടി വയ്ക്കുന്ന ഇടച്ചേരികൾ, അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സംഭവത്തിനെ ഘോഷം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കൊട്ടാരത്തിൻ്റെ ചുറ്റുപാടും അതിനെ വയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഏതേത് സ്ഥലത്താണോ ഗോധനമുള്ളത് അവിടെ തന്നെ കൂട്ടി സംരക്ഷിക്കും. അപ്പോൾ ആ ഇടച്ചേരികൾക്കാണ് ഘോഷമെന്ന് വിളിക്കുന്നത്. ഈ ഘോഷത്തിൻ്റെ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാർ കൊട്ടാരത്തിൽ നിന്ന് കൂട്ടമായിട്ട് ആഘോഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വിനോദയാത്ര പോകുന്ന പോലെ അങ്ങോട്ട് പോവാറുണ്ട്. അതാണ് ഘോഷയാത്ര എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതാണ്. നമ്മൾ തെറ്റായിട്ട് അതിൻ്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഇവരെല്ലാവരും ആഘോഷത്തോടെ പോകുന്നതാണെന്ന്. അല്ല, ഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്തരം ഗോധനത്തെ സൂക്ഷിക്കുന്ന ഇടച്ചേരികളെയാണ് ഘോഷം എന്ന് പറയുന്നത്. ഓക്കെ. പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ വനവാസകാലത്തെ 12 കൊല്ലം കഴിയവേ അവരോടൊപ്പം പാർക്കുന്ന ബ്രാഹ്മണരിലൊരാൾ എതിർച്ഛയാ ഹസ്തിനപുരത്തിൽ ചെന്ന് ധൃതരാഷ്ട്രയെ കണ്ടു. പാണ്ഡവരും പാഞ്ചാലിയും കാറ്റും വെയിലുമേറ്റ് നിറം കെട്ട് ചടച്ചിരിക്കുന്നു എന്നറിയിച്ചു. ഇത് കേട്ടപ്പോൾ ആ അന്ധപിതാവ് കൃപയാൽ അഭിതപ്തനായി. സ്വാഭാവികമായിട്ട് ധൃതരാഷ്ട്രക്ക് സ്വന്തം സഹോദരന്മാരുടെ കുട്ടികളോടൊരു ചെറിയ വാത്സല്യമുണ്ട്. സ്വന്തം ഔരസപുത്രന്മാരോടുള്ള അത്രയും ഇല്ലെങ്കിലും, സ്വന്തം മക്കളോടുള്ള അത്രയും ഇല്ലെങ്കിലും ഒരു ഇഷ്ടമുണ്ട്. അതുമാത്രമല്ല, ഒരു ഭയവും അദ്ദേഹത്തിനുണ്ട്. ഈ ഇത് കേട്ടപ്പോൾ ആ അന്ധപിതാവ് കൃപയാൽ അഭിതപ്തനായി. സുഖോചിതന്മാരായ സഹോദരപുത്രന്മാർ അലഞ്ഞു വലയുന്നതും ഈ കഷ്ടപ്പാടിൽ പെരുകി വരുന്ന അവരുടെ അമർഷം ഒടുക്കം തൻ്റെ മക്കളിൽ ഒന്നിനെയും വെച്ചേക്കില്ലെന്നും ചൊല്ലി അദ്ദേഹം വളരെ വിലപിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതായത് ഇവർക്ക് കുറച്ച് ദേഷ്യം കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ദേഷ്യം തൻ്റെ മക്കളിൽ ഒരൊറ്റൊരാളിനെ പോലും ജീവിക്കാൻ സഹായിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് കേട്ടപ്പോൾ അല്പചേതസ്സായ കർണൻ, അല്പബുദ്ധിയായ കർണൻ, കണ്ടോ, കുട്ടികൃഷ്ണന്മാരാർ ആദ്യമായിട്ടാണ് കർണനെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊരു വാക്ക് തന്നെ, അല്പചേതസ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ ഒരു സ്ഥലത്തും കാണത്തില്ല, ഇവിടെയാണ് കാണുന്നത്. അല്പചേതസ്സായ കർണന് ഒരു തോന്നലുണ്ടായി. ഈ ദുസ്ഥിതിയിൽ കിടക്കുന്ന പാണ്ഡവന്മാർക്ക് ദുര്യോധനൻ തൻ്റെ പ്രാഭവ ഐശ്വര്യങ്ങളെ ചെന്ന് കാണിച്ചു കൊടുത്താൽ നന്നെന്ന് അയാൾ പറഞ്ഞു. സുസ്ഥിതിയിലിരിക്കുന്നവന് ദുസ്ഥിതിയിലുള്ള ശത്രുക്കളെ മലമുകളിൽ നിന്ന് ഭൂമിയിൽ നിൽക്കുന്നവരെ എന്ന പോലെ നോക്കിക്കാണുവാൻ പറ്റിയാൽ അതിൽ പരം സുഖമെന്തുള്ളൂ. നമ്മളെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ളൊരു സാധനമാണല്ലേ. കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ ശത്രുവിനെ നമ്മൾ കുറച്ച് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖം ഒരു വല്ലാത്ത സുഖമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കർണൻ പറയുന്നു, ന പുത്രലാഭേന ന രാജ്യേനാഭി വിദന്തി പ്രീതിം നിർബതി ശാർദൂല യാമമിത്രാർഘ ദർശനാൽ എന്ന് പറയുന്നുണ്ട്. ഉണ്ണി പിറന്നാലും ധനം നേടിയാലും രാജ്യം കിട്ടിയാലുമില്ല ശത്രുവിൻ്റെ വലച്ചിൽ ചെന്ന് കണ്ടാലത്തെ രസം. അത് നമുക്ക് ചെന്ന് കണ്ട് ആസ്വദിക്കണം. ശത്രു ഇങ്ങനെ കഷ്ടപ്പെടുന്ന ചില മനുഷ്യരെ കണ്ടില്ല, നമ്മൾ കഷ്ടപ്പാടിലും ദുരിതത്തിലും ആയിരിക്കുമ്പോൾ എന്താ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നോക്കാൻ വരുന്ന ആൾക്കാരെ, അതല്ല ശരിക്കും അവരുടെ ലക്ഷ്യം. ചിലർ ആത്മാർത്ഥമായിട്ട് വരുന്നുണ്ടായിരിക്കും, മറ്റു ചിലർ വരുന്നത് എന്താണ്, ഇവൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എനിക്കത്ര കഷ്ടപ്പാടില്ല എന്നവനെ അറിയിക്കാം എന്നുള്ളത് കൊണ്ടാണ്. വീണ്ടും പറയുന്നുണ്ട്, ആശ്രമത്തിൽ മരവുരിയും മാന്തോലിയും ചുറ്റിയ ധനഞ്ജയനെ അർത്ഥം നേടിച്ചെന്ന് കാണുന്ന ആൾക്ക് എന്ത് സുഖമുണ്ടാവില്ല. അതായത് അർജുനനെ ചെന്ന് കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, മരവുരിയും മാന്തോലിയും ചുറ്റി നടക്കുന്ന അർജുനന്. അതാണ് പ്രീതിം നൃപതി ശാർദൂല യാമമിത്രാർഘ ദർശനാൽ എന്ന്
നേരത്തെയുള്ള വരി പറഞ്ഞിട്ട് അടുത്ത വരി പറയുന്നത് കിംനു തസ്യ സുഖം നസ്യാദാശ്രമേ യോ ധനഞ്ജയം അഭിവീക്ഷിതേ സിദ്ധാർത്ഥോ വാസസാം. വൽക്കലമെടുത്തു കഴിയുന്ന അർജുനനെ അവിടെ പോയി കാണുന്നത് പോലെ സന്തോഷം മറ്റെന്തുണ്ട്. വീണ്ടും പറയുകയാണ്, ഇത്രയും പറഞ്ഞു അയാൾ. അപ്പോൾ ദുര്യോധനൻ വീണ്ടും മറുപടി, ഇത് കർണൻ പറയുന്നതാണ് കേട്ടോ. ദുര്യോധനൻ വീണ്ടും മറുപടി പറയുകയാണ്, മരവുരിയും മാന്തോലും ചുറ്റിയ പാണ്ഡവരെ കണ്ടാലത്തെ രസം എനിക്ക് ഭൂമി മുഴുവൻ കിട്ടിയാലും ഉണ്ടാവില്ല. കാട്ടിൽ കാവിയും ചുറ്റി നടക്കുന്ന പാഞ്ചാലിയെ കാണാൻ പറ്റിയാൽ അതിലധികം എനിക്കെന്ത് കിട്ടാനുണ്ട് എന്നാണ്. വൽക്കലമെടുത്ത് നടക്കുന്ന പാഞ്ചാലി, വൽക്കല വസനം ധരിച്ചിരിക്കുന്ന പാഞ്ചാലിയെ കാണാൻ എന്ത് രസമായിരിക്കും. അതിനെനിക്ക് ഭയങ്കരമായ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന പാഞ്ചാലിയെ കാണാൻ എനിക്ക് അത്യധികമായ ആഗ്രഹമുണ്ട് എന്ന് ദുര്യോധനൻ പറയുകയാണ്. അപ്പോൾ കർണനും ദുര്യോധൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ചിന്ത നോക്കിക്കോണം. തങ്ങളുടെ ശത്രുവിനെ, തങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്നവൻ്റെ കഷ്ടപ്പാടിൽ അവനെ പോയി കാണുക എന്നുള്ളതാണ്. പക്ഷെ ഇത് സാധിപ്പാനൊരു വിഷയവുമുണ്ട്. ധൃതരാഷ്ട്ര ഇവരെ അങ്ങോട്ട് പോകാൻ വിടില്ല. അദ്ദേഹം തപോവൃതികളായ പാണ്ഡവരെ ഓർത്ത് വ്യസനിക്കുകയും ഭയപ്പെടുകയുമാണല്ലോ. വ്യസനിക്കുകയും ചെയ്യുന്നുണ്ട്, ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന് ശകുനി ദുശാസനന്മാരോടുകൂടി ഒരു രാത്രി ഇരുന്ന് ആലോചിച്ചൊരു ഉപായം കണ്ടുപിടിച്ചു. അക്കാലത്ത് സർക്കാർ വക ഗോധനമെല്ലാം അതാതിടത്ത് ഉരുക്കൂട്ടി നിർത്തുകയായിരുന്നു പതിവ്. അത്തരം ഇടച്ചേരികൾക്ക് ഘോഷമെന്ന പേര്. അവ അതാത് അവസരങ്ങളിൽ ഭരണാധികൃതന്മാർ ചെന്ന് നോക്കി കണക്കെടുക്കുകയും അടയാളം വയ്ക്കുകയും ചെയ്യും. കൗരവന്മാർക്ക് ദ്വൈതവനത്തിനടുക്കൽ ചില ഘോഷങ്ങളുണ്ട്. അവ ചെന്ന് നോക്കുവാനും നായാട്ടിനുമാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അനുവാദം തേടാം. ഇല്ലെങ്കിൽ ധൃതരാഷ്ട്രം ഒരിക്കലും വിടില്ല ഇവരെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം ധൃതരാഷ്ട്ര വിചാരിക്കും പൊക്കോട്ടെ എന്ന് വിചാരിക്കുമല്ലോ. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് ഭയം തോന്നാതിരുന്നില്ല. എങ്കിലും തങ്ങൾ പാണ്ഡവരുള്ളയിടത്തേക്ക് തിരിഞ്ഞു നോക്കുകയേയില്ല എന്ന ശകുനിയുടെ വാക്ക് കേട്ട് മനമില്ലാ മനസ്സോടെ സമ്മതം കൊടുത്തു. പ്രഹൃഷ്ടരായ ദുര്യോധനാദികൾ, അത്യധികമായി സന്തോഷവാന്മാരായ, അഹങ്കാരം കൊണ്ട് സന്തോഷവാന്മാരായ ഉന്മത്തരായ ദുര്യോധനാദികൾ പെരുത്ത ചതുരംഗപ്പടയോടും അന്തഃപുര സ്ത്രീകളോടും പൗരന്മാരോടും മറ്റും ചേർന്ന് ഘോഷയാത്ര പോയി. ഘോഷാവേക്ഷണവും നായാട്ടുമെല്ലാം ഉല്ലസിച്ചുകൊണ്ട് ദ്വൈതവനത്തിലേക്കുള്ള സരസിലേക്ക് ചെന്നു. എതിർച്ചയാ അന്നു തന്നെ യുധിഷ്ഠിരൻ ആ സരസീരത്ത് രാജർഷി യജ്ഞം കഴിപ്പാൻ ദീക്ഷയെടുത്തിരിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ രാജർഷി യജ്ഞം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സരസിൻ്റെ തീരത്ത് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സരസിലാകട്ടെ കുബേരഭവനത്തിൽ നിന്ന് ചിത്രസേനൻ എന്ന ഗന്ധർവ രാജാവ് പരിവാരങ്ങളോടുകൂടി വന്ന് ക്രീഡിക്കുകയായിരുന്നു. അവർ കൗരവക്കൂട്ടത്തെ തടഞ്ഞു. അഭിമാനിയായ ദുര്യോധനുണ്ടോ അത് പൊറുക്കുന്നു. വഴക്ക് മുറുകി കൊടിയ യുദ്ധം നടന്നു. കർണനും സൈന്യവും തോറ്റോടി. എന്നിട്ടും ദുര്യോധനൻ ഒഴിച്ചില്ല. ദുര്യോധനന് വാശി കൂടി വന്നു. ഒടുക്കം ചിത്രസേനൻ അയാളെ ജീവനോടെ പിടിച്ചു കെട്ടി. മറ്റ് സഹോദരന്മാരും രാജതാരങ്ങളുമെല്ലാം ഗന്ധർവസേനയുടെ പിടിയിലായി. പെണ്ണുങ്ങളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി ഗന്ധർവന്മാർ. മറ്റ് സഹോദരന്മാരെയൊക്കെ പിടിച്ചു കെട്ടി. കർണൻ ഓടി രക്ഷപ്പെട്ടു. ഓടിപ്പോയ കൗരവ സൈന്യരും പൗരന്മാരും പാണ്ഡവാശ്രമത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. വിവരമറിഞ്ഞപ്പോൾ ഭീമസേനന് ബഹുരസമായി. അതാണ്, ഭീമൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അദ്ദേഹം കാരണമില്ലാതെ ഉപകാരികളായി തീർന്ന ഗന്ധർവന്മാരെ അനുമോദിക്കുകയും കൗരവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. അധിക്ഷേപിക്കരുത്. യുധിഷ്ഠിരൻ അനുജനെ തടഞ്ഞു. ശരണാർത്ഥികളോട് ഇങ്ങനെ പറയുകയോ, ജ്ഞാതികൾ തമ്മിൽ വഴക്കും വക്കാണവും ഉണ്ടാകാറുണ്ടെന്ന് വെച്ച് ജ്ഞാതിധർമ്മം നശിക്കുകയില്ല. യുദ്ധത്തിൽ ഗന്ധർവൻ ദുര്യോധനെ കയറിപ്പിടിച്ചതുകൊണ്ടും സ്ത്രീകളെ അന്യർ തീണ്ടിയതുകൊണ്ടും നമ്മുടെ കുലം കെട്ടുപോകുന്നു. അതാണ് ധർമ്മപുത്രരുടെ പക്ഷം. ധർമ്മപുത്രർ പറയുകയാണ്, ബന്ധുക്കൾ തമ്മിൽ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഒരു അന്യരൊരാൾ നമ്മുടെ സ്ത്രീകളെ കയറി പിടിക്കുകയും നമ്മുടെ കൂട്ടത്തിലുള്ളവനെ, നമ്മുടെ സഹോദരന്മാരെ പിടിച്ചു കെട്ടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയല്ല വേണ്ടത് എന്ന് ഭീമനെ ഉപദേശിക്കുകയാണ്. ക്ഷത്രിയ വീരന്മാർ ശരണാഗത രക്ഷയ്ക്കും കുലരക്ഷയ്ക്കും ഒരുമ്പെടണം. കാരണം ഓടിപ്പോയ കൗരവ സൈന്യമാണല്ലോ വന്ന് ശരണം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അർജുനനും നകുല സഹദേവന്മാരും നീയും കൂടി ചെന്ന് കഴിയുമെങ്കിൽ സാമം കൊണ്ട് പറഞ്ഞ് ഒത്തീർപ്പാക്കിയിട്ട്, അല്ലെങ്കിൽ ദണ്ഡം കൊണ്ട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും അവരെ വിടുവിക്കണം.
ഞാനിപ്പോൾ യജ്ഞം തുടങ്ങിയിരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ പാഞ്ഞു ചെല്ലുമായിരുന്നു. എനിക്കിതിൽ ആലോചിപ്പാൻ ഒന്നുമില്ല എന്നും പറയുന്നുണ്ട് ധർമ്മപുത്രൻ. ജ്യേഷ്ഠൻ്റെ ഈ വാക്കു കേൾക്കേണ്ട താമസം. അർജുനൻ, ഞാൻ അവരെ വിടുവിച്ചോളാം. ഗന്ധർവന്മാർ കൂട്ടാക്കിയില്ലെങ്കിൽ ഇന്ന് ഗന്ധർവ രാജാവിൻ്റെ ചോര ഭൂമി മൂന്തും എന്നും പറഞ്ഞ് ഏറ്റുപുറപ്പെട്ടു. വഴിയെ ഭീമസേനനും നകുല സഹദേവന്മാരും പ്രഹൃഷ്ടപതരായി തന്നെ പുറപ്പെട്ടു. അവർക്കത്ര കടുത്ത യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. കാരണം ചിത്രരഥൻ അർജുനൻ്റെ സ്വർഗവാസ സുഹൃത്താണ്. ഈ ഘോഷയാത്രയുടെ ഉദ്ദേശമറിഞ്ഞ ദേവേന്ദ്രൻ, സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് അർജുനൻ്റെ സുഹൃത്താണ് ഈ ഗന്ധർവൻ. ഈ ഘോഷയാത്രയുടെ ഉദ്ദേശമറിഞ്ഞ ദേവേന്ദ്രൻ കൗരവരെ ഒതുക്കാൻ വേണ്ടി ചൊല്ലി അയച്ചു വന്നതുമായിരുന്നു. ദേവേന്ദ്രൻ മനഃപൂർവ്വം, അർജുനൻ്റെ പിതാവായ ദേവേന്ദ്രൻ ഈ ഗന്ധർവന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ഇവന്മാരെ അവിടെ പിടിച്ചു കെട്ടാൻ, ഇവന്മാരുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും കൂടി ചെന്ന് യുധിഷ്ഠിരനെ കൗരവരുടെ ഗൂഢോദ്ദേശം അറിയിച്ചു. അദ്ദേഹം അത് മനസ്സിലാക്കിയതായിട്ടേ ഭാവിക്കാതെ, ബലവാന്മാരെ നിങ്ങൾ ഈ ദുർവൃത്തനെയും കൂട്ടരെയും കൊന്നുകളയാത്തത് ഭാഗ്യമായി. നിങ്ങൾ വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തത്. ഇയാളെ വിട്ടുതന്ന് എൻ്റെ കുലത്തിന് മാനക്കേട് പറ്റാതെ കഴിച്ചുവല്ലോ എന്ന് അഭിനന്ദിച്ച് ഗന്ധർവന്മാരെയും, ഉണ്ണി ഇങ്ങനത്തെ സാഹസം കാട്ടരുത്, അസുഖം തോന്നാതെ പൊക്കോളൂ എന്നുപദേശിച്ച് ദുര്യോധനെയും യാത്രയാക്കി. അപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ട് ദുര്യോധനെ അവിടെ നിന്ന് വിടുവിച്ച്, സത്യം അറിഞ്ഞിട്ട് പോലും, അതായത് യുധിഷ്ഠിരനെ കൗരവരുടെ ഗൂഢോദ്ദേശത്തെക്കുറിച്ച് അറിയിച്ചിട്ട് പോലും, ദേവേന്ദ്രൻ വന്ന് അറിയിച്ചിട്ട് പോലും ധർമ്മപുത്രർ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കാതെ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി എന്നാണ്. ദുര്യോധനൻ്റെ ദൗർഭാഗ്യം അവിടെയും അവസാനിച്ചില്ല. തോറ്റോടിപ്പോയിരുന്നത് കൊണ്ട് വിവരമൊന്നും അറിയാത്ത കർണൻ വന്ന് ഗന്ധർവന്മാരെ പോലും ജയിച്ചു വന്നതിന് ദുര്യോധനെ സ്തുതിക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങ് വലിയ രാജാവാണല്ലോ, അങ്ങേർക്ക് ഗന്ധർവന്മാരെ പോലും ജയിക്കാൻ പറ്റുമല്ലോ. ഓടിപ്പോയ കർണനാണെങ്കിൽ തിരിച്ചു വന്ന കഥയൊന്നും അറിയാതെ ഇദ്ദേഹത്തിന് വെറുതെ പുകഴ്ത്തി. ദുര്യോധന ആ ഉറ്റ സുഹൃത്തിന് നടന്നതെല്ലാം കേൾപ്പിച്ചതിന് ശേഷം ഇനി ജീവിച്ചിരിക്കാൻ വയ്യെന്നുറച്ച് പ്രായോപവേശത്തിനൊരുങ്ങി. ഇത് കേട്ട് കർണൻ അഗ്നിയിൽ ചാടി മരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കർണൻ പറഞ്ഞു, ഇതിലെന്ത് വിഷാദിപ്പാനുള്ളൂ? രാജാവ് വല്ല അപകടത്തിലും പെട്ടാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് വീണ്ടെടുക്കേണ്ടത് നാട്ടിൽ പൊറുക്കുന്നവരുടെ എല്ലാം ചുമതലയല്ലേ? പാണ്ഡവന്മാർ താങ്കളുടെ ദാസന്മാരുടെയും വിഷയവാസികളുടെയും മുറ ചെയ്തു എന്നല്ലേ ഉള്ളൂ. അത് അവരുടെ കർമ്മമാണല്ലോ. അതിൽ അങ്ങെന്തിനാണ് ഇത്ര ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചു. ശകുനി പറഞ്ഞു, ശരിയാണ് കർണൻ പറഞ്ഞത്. എന്നല്ല, പാണ്ഡവന്മാർ ഈ നന്മ ചെയ്തു തന്നെ വിഷാദിക്കുന്നത് കൃതജ്ഞതയുമാണ്. ഇത് സന്തോഷിക്കുകയും പാണ്ഡവന്മാരെ സൽക്കരിക്കുകയുമാണ് വേണ്ടത്. അവരുമായി സൗഭ്രാത്രം സ്ഥാപിച്ച് അവർക്ക് പൈതൃകമായ രാജ്യം കൊടുക്കൂ, അങ്ങനെ സ്വാസ്ഥ്യം നേടൂ. ഇതൊന്നും ദുര്യോധനെ ശകുനി ആ സമയത്ത് അവർക്ക് രാജ്യം കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതൊന്നും ദുര്യോധനെ ആശ്വസിപ്പിച്ചില്ല. അയാൾ പ്രായോപവേശത്തിൽ നിന്ന് വിരമിക്കുന്നില്ലെന്ന് ഭാവിച്ചപ്പോൾ പാതാളവാസികളായ ദൈത്യദാനവന്മാർ ഒരാഭിചാര പ്രയോഗം കൊണ്ട് അയാളെ പാതാളത്തിലേക്ക് കൊണ്ടുചെന്നു. പാണ്ഡവന്മാരെ കൊല്ലാൻ ഞങ്ങൾ തുണയുണ്ട്, പേടിക്കണ്ട എന്ന് ഉറപ്പ് കൊടുത്തു വിട്ടു. ദുര്യോധനെ പ്രായോപവേശത്തിന് പ്രേരിപ്പിച്ചത് തനിക്ക് പറ്റിയ നാണക്കേടിനേക്കാളധികം ഈ ഗന്ധർവാദി ബന്ധുക്കളായ പാണ്ഡവന്മാരിൽ നിന്ന് തനിക്കിനി രക്ഷയില്ലെന്ന ഭയമാണെന്നാണ് ആശയം. അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചത്, പ്രായോപവേശം ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തൻ്റെ നാണക്കേടല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പാതാളത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട്, ദൈത്യദാനവന്മാർ ആഭിചാരക്രിയ കൊണ്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിനക്ക് കൂട്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പിന്നെ പ്രശ്നമില്ലയെന്ന് വിചാരിച്ച് പ്രായോപവേശത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തനിക്ക് പാണ്ഡവരെ ജയിക്കാൻ സാധിക്കില്ലെന്നുള്ള ഭയം. ഗന്ധർവന്മാരൊക്കെ കൂട്ടുള്ള പാണ്ഡവന്മാരെ ജയിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കുമെന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദൈത്യന്മാരും ദാനവന്മാരും കൂട്ടുനിന്നപ്പോൾ ഗന്ധർവന്മാർ അവർക്കുള്ളതുപോലെ തനിക്ക് ദൈത്യദാനവാദികൾ കൂട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ആശ്വസിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഭയമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, പ്രായോപവേശത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ പറയുന്നത്. ഇവിടെ മൂലശ്ലോകത്തിൽ നിന്ന് ഉദ്ധരിച്ച കർണദുര്യോധന്മാരുടെയും യുധിഷ്ഠിരൻ്റെയും വാക്യങ്ങളുടെ ഘടനയിൽ സ്പഷ്ടമായുള്ള ഐകരൂപ്യം നോക്കൂ. എന്ന് പറഞ്ഞാൽ രണ്ട് പേരും പറയുന്ന കാര്യങ്ങൾ ഒന്നാണ്. ആരാണ്? കർണനും ദുര്യോധനും ഇപ്പുറത്ത് യുധിഷ്ഠിരനും പറയുന്ന കാര്യങ്ങൾ ഒന്നാണ്. അതാത് കാര്യങ്ങളെക്കാൾ മികച്ച ഒരു ജീവിത സാഫല്യം ഉണ്ടാവില്ലെന്ന് തീർത്തു പറയുന്നു.
അതിനുപമാനമായി രണ്ട് കൂട്ടരും പുത്രജന്മത്തെയും രാജ്യലാഭത്തെയും തന്നെ നിർദ്ദേശിക്കുന്നു. ദുര്യോധനൻ പാണ്ഡവപത്നിയെ എടുത്തു പറയുന്നത് പോലെ, പാണ്ഡവപത്നിയെ എടുത്തു പറയുന്നത്, പാണ്ഡവപത്നി വൽക്കലം ഉടുത്ത് ജീവിക്കുന്നത് കാണുന്നത് സന്തോഷമല്ലേ എന്നാണ്, കാഷായമെടുത്ത് ജീവിക്കുന്നത് ആഹ്ലാദമല്ലേ എന്നാണ് പറയുന്നത്. യുധിഷ്ഠിരൻ ധാർത്തരാഷ്ട്രപത്നിമാരെ എടുത്തു പറയുന്നു. അതെന്താണ് പറയുന്നത്? അവരെ ഗന്ധർവന്മാർ തീണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുലത്തിന് ദോഷമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ കർണൻ തൻ്റെ എതിരാളിയായ ധനഞ്ജയനെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ യുധിഷ്ഠിരൻ ഭീമസേനന് അദ്ദേഹത്തിൻ്റെ എതിരാളിയായ സുയോധനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കർണൻ പറയുന്നത്, ഇദ്ദേഹം വൽക്കലമെടുത്ത് നടക്കുന്നത് നിനക്ക് കാണണ്ടേ, അതിലൊരു സന്തോഷമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേസമയം യുധിഷ്ഠിരൻ ഭീമസേനൻ്റെ അടുത്ത് പറയുന്നത്, ദുര്യോധനൻ നമ്മുടെ ബന്ധുവാണ്, ബന്ധുക്കൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടായാലും അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരിക്കലും യാദൃച്ഛികമായി വന്നുകൂടിയതല്ല. കവി എന്തോ ഉദ്ദേശിച്ച് ബോധപൂർവം നിവേശിപ്പിച്ചത് തന്നെയാണെന്ന് ആർക്കും കാണാം. ഇങ്ങനെ ഒരേ രൂപത്തിൽ ഘടിപ്പിച്ച ഈ വാക്യങ്ങളുടെ പിന്നിലുള്ള ഭാവങ്ങളോ എത്ര വ്യത്യസ്തം! അവയുടെ നിമ്നോന്നതത്വങ്ങളെ നമ്മളെക്കൊണ്ട് തട്ടിച്ചു നോക്കിക്കുവാൻ വേണ്ടിയാവണം കവി അവയെ ഏകരൂപത്തിൽ നിബന്ധിച്ചത്. ഈ സെൻറ്റൻസ് വേണമെങ്കിൽ ചോദിക്കാട്ടോ. അവയുടെ നിമ്നോന്നതത്വങ്ങളെ നമ്മെക്കൊണ്ട് തട്ടിച്ചു നോക്കുവാൻ വേണ്ടിയാവണം കവി അവയെ ഏകരൂപത്തിൽ നിബന്ധിച്ചത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതായത് രണ്ട് പേരും രണ്ട് തരത്തിൽ, ഒരേ കാര്യങ്ങളെ രണ്ട് തരത്തിലാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ്, രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അവയുടെ ഉയർച്ച താഴ്ചകളെ, നിമ്നതയെയും ഉന്നതിയെയും എങ്ങനെയാണ് നമ്മളെക്കൊണ്ട് തട്ടിച്ച് നോക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത് വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കവയെ തട്ടിച്ച് നോക്കാം. കൗരവന്മാർ ഈ ഘോഷയാത്രയ്ക്ക് പ്രേരിപ്പിച്ച ഗൂഢോദ്ദേശം മനുഷ്യ സാധാരണമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യനും ഉള്ളൊരു ഗൂഢോദ്ദേശം തന്നെയാണ് കൗരവന്മാർ ഈ ഘോഷയാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. തൻ്റെ നല്ല സ്ഥിതി അത്ര തന്നെ നല്ലതല്ലാത്ത സ്ഥിതിയിൽപ്പെട്ട എതിരാളിക്ക് കാണിച്ചു കൊടുക്കുന്നത് വലിയൊരു മനസ്സംതൃപ്തിയായി ആർക്കും തോന്നും, നമുക്കും തോന്നും അല്ലേ? നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരല്ലേ? തൻ്റെ ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ തൻ്റെ ഒരു ധനസ്ഥിതിയെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ തൻ്റെ അത്ര തന്നെ ധനസ്ഥിതിയിലില്ലാത്ത തൻ്റെ ഒരു ശത്രുവിന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സന്തോഷമായിട്ട് നമുക്ക് തോന്നത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നിർദോഷമായൊരു അഭിലാഷമാണെന്ന് പോലും കരുതപ്പെട്ടേക്കാം. അത്ര ദോഷകരമായൊരു സാധനമൊന്നും ഇല്ലല്ലോ, അവനെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പറയത്തില്ല, ഒന്ന് ഞെളിയ എന്നുള്ളതാണ്. വിശേഷിച്ചും പാണ്ഡവാദികളാൽ എപ്പോഴും സൂതമകനെന്ന് പുച്ഛിക്കപ്പെട്ടു പോകുന്ന കർണനെ ആശയം ഉദിച്ചത് സകാരണം തന്നെ. കർണനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം സദാസമയവും സൂതൻ്റെ പുത്ര എന്ന് വിളിച്ചാണല്ലോ പാണ്ഡവർ കർണനെ അപമാനിച്ചിട്ടുള്ളത്. പക്ഷെ പ്രത്യക്ഷത്തിൽ ശുദ്ധമായി കാണുന്ന ഈ ജലത്തിൽ എത്രമാത്രം വിഷാണുക്കളുണ്ടെന്ന് ഈ കഥയിൽ വലുതാക്കി കാണിച്ചിരിക്കുന്നു. എന്നല്ല, അത്തരം ജലം കൊണ്ട് ദാഹം തീർത്താൽ വന്നേക്കാവുന്ന അപായം എന്തെന്നും ഉദാഹരിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും കാലിക പ്രസക്തമായിട്ടുള്ളൊരു സാധനം ഇല്ല കേട്ടോ. അതായത് ഇങ്ങനെയുള്ള വെള്ളം, എത്രമാത്രം വിഷം നിറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ് ദുര്യോധനൻ കുടിക്കാൻ പോകുന്നത്. ആ വെള്ളം കുടിച്ചാലുണ്ടാകുന്ന വലിയ ആപത്തിനെക്കുറിച്ച് കൂടി, അത്തരം ജലം കൊണ്ട് ദാഹം തീർത്താൽ വന്നേക്കാവുന്ന അപായം എന്തെന്നും ഉദാഹരിച്ചിരിക്കുന്നു. അതും ചോദ്യമായിട്ട് വരാം. ഏത് ജലത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന മട്ടിലൊരു ചോദ്യം ചോദിക്കാം. ആ ഊറ്റം കാണിക്കാൻ ചെന്നവർ ദൈവഗത്യ എത്രമാത്രം ശോച്യരായി തീർന്നു. മറുവശത്തെ എതിരാളിക്ക്, ഇത് ദുര്യോധൻ്റെയും കർണൻ്റെയും കാര്യം. ഇപ്പുറത്തെ വശം നോക്കിയാൽ മറുവശത്തെ എതിരാളിക്കൊരു അപകടം നേരിട്ടാൽ അതിൽ ഉള്ളുകൊണ്ടെങ്കിലും രസിക്കുക എന്ന മനുഷ്യസാധാരണമായ മനോവൃത്തിയാണ്. ഇതാണ് ഭീമ. ആ പ്രാകൃതമായ മനോവൃത്തിയെ അടക്കി അയാളെ അതിൽ നിന്ന് വീണ്ടുകൊള്ളുവാൻ വിചാരിക്കുന്നവർ നന്നേ ചുരുങ്ങും. അങ്ങനെ ചെയ്യുന്നതിൽ വലിയ മനസംതൃപ്തി കാണുന്നവരാകട്ടെ അതിലും ചുരുങ്ങും. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന 4-5 ധർമ്മിഷ്ഠന്മാരിൽ ഒരുത്തനേ ഉണ്ടായുള്ളൂ എന്നും വരാം. അതായത് ധർമ്മം എന്ന് പറയുന്ന സാധനത്തിനെക്കുറിച്ചുള്ള ബോധ്യം. ഇപ്പം ധർമ്മപുത്രൻ എന്താ ചെയ്തത്? ഭീമൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അകാരണോപകാരികളായ യവന്മാരെ പിടിച്ച് കെട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് അവരുടെ ദുഃഖം കാണാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഭീമൻ്റെ ഉള്ളിലുള്ള പ്രാകൃതമായ ആ മനോവൃത്തിയെ അടക്കി അയാളെ അതിൽ നിന്ന് വീണ്ടുകൊള്ളുവാൻ വിചാരിക്കുന്നവർ നന്നേ ചുരുങ്ങും. നമ്മൾ അമ്പയുടെ കാര്യം ആലോചിച്ച് നോക്കണം. അമ്പയ്ക്ക് പ്രാകൃതമായൊരു മനോവൃത്തി വന്നു.
തനിക്ക് ആപത്ത് പറ്റി. പ്രാകൃതമല്ല, അമ്പയ്ക്ക് ദൗർബല്യം കൊണ്ടുണ്ടായ ഒരു കഷ്ടത കൊണ്ടുണ്ടായ ഒരു ദുഃഖം വന്നു. അപ്പോൾ അമ്പയെ സദ്ഗതിയിലേക്ക് നയിക്കുന്നതിന് അല്ലെങ്കിൽ സദ്വൃത്തിയിലേക്ക് നയിക്കുന്നതിന് പകരം അവിടെ അകൃതവ്രണനും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് അവളെ കൂടുതൽ കൂടുതൽ സങ്കീർണമായ ദുഷ്പ്രവൃത്തിയിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ നോക്കൂ, എത്ര വളരെ അപൂർവമായിട്ടുള്ള ചിലർ മാത്രമേ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളെ ആ തെറ്റിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരാളെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന 4-5 ധർമ്മിഷ്ഠന്മാരിൽ ഒരുത്തനേ ഉണ്ടാവുകയുള്ളൂ എന്ന് വരാം. അയാൾ അതിനുവേണ്ടി ചെയ്യുന്ന പരിശ്രമം ഫലിച്ചില്ലെങ്കിൽ തന്നെയും അതെത്ര കാമ്യമാണ്. ഗന്ധർവന്മാരോട് ചെന്നേറ്റതിൽ ഭീമാദികളും പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ആണ് ഉണ്ടായതെങ്കിൽ കൂടിയും പാണ്ഡവർ ശോച്യരാകുമോ? ഗന്ധർവന്മാർ ഇവരെ കൂടെ പിടിച്ച് കെട്ടിയിരുന്നെങ്കിൽ പോലും പാണ്ഡവർക്ക് ഒട്ടും ദുഃഖിക്കാനുള്ള വഴി ഉണ്ടാകുമായിരുന്നില്ല. ആ അശോച്യതയാണ് ശൂരനെന്നോ സാഹസികനെന്നോ പ്രശസ്തി നേടിയിട്ടില്ലാതെ യുധിഷ്ഠിരൻ താനീ യജ്ഞം തുടങ്ങിയിരിക്കുകയില്ലായിരുന്നുവെങ്കിൽ താൻ തന്നെ പാഞ്ഞു ചെല്ലുമെന്ന് വീരവാദം പറഞ്ഞതിൻ്റെ സാരാർത്ഥം. അതായത് താൻ മരിച്ചാലും കുഴപ്പമില്ല, താൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന് ദുര്യോധനൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നന്മയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പാണ്ഡവ സമുദായത്തെ ഒറ്റ വ്യക്തിയായി ഗണിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ ദുര്യോധനൻ എന്ന് പറയുന്ന 101 പേരുടെയും പ്രതിനിധിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ദുഷ്ടതരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക വൈകല്യങ്ങൾ എന്ന് പറയുന്നത്, ധർമ്മബോധമോ അധർമ്മബോധമോ എന്ന് പറയുന്നത് 101 പേരെയും പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ പറയാണ്, മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ പാണ്ഡവ സമുദായത്തെ ഒറ്റ വ്യക്തിയായി ഗണിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആദ്യം ഉദിക്കുന്ന പ്രാകൃത ചിത്തവൃത്തിക്ക് ഭീമനും. ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒറ്റ വ്യക്തിയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആദ്യം വന്ന ആ പ്രാകൃതത്വമുണ്ടല്ലോ, അത് ഭീമസേനനിലും, ഉത്തരക്ഷണത്തിൽ അതിനെ തടയുന്ന ധർമ്മബോധത്തിന് യുധിഷ്ഠിരനും, ഉടനെ ധർമാനുകൂലമായുണ്ടായ ഉദ്യമത്തിന് അർജുനനും പ്രതിനിധീകരിക്കും. മനസ്സിലായല്ലോ? അതായത് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രാകൃതത്വമാണ്. ആ പ്രാകൃതത്വത്തെ ഭീമസേനൻ പ്രതിനിധീകരിക്കുന്നു. നന്നായി, അവർക്കിത് തന്നെ വേണം എന്ന് വിചാരിക്കുന്നത്. ഭീമസേനൻ്റെ ആ ചെയ്തിയെ എതിർക്കുന്ന ധർമ്മബോധത്തെ പ്രതിനിധീകരിക്കുന്നത് ധർമ്മപുത്രനും. ആ ധർമ്മബോധത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പുറപ്പെടുന്നു എന്നുള്ളത് അർജുനനും ഇതിനെ പ്രതീകമാകുന്നു. ആദ്യം ഉദിച്ച പ്രാകൃത വികാരം തന്നെ തിരിഞ്ഞ് ആ ഉദ്യമത്തെ സഹായിക്കുമെന്നും യുദ്ധോദ്യതനായ ഭീമസേനൻ ഉദാഹരിക്കുന്നു. ആ പ്രാകൃതത്വം തിരിഞ്ഞ് അർജുനനെ സഹായിക്കുന്ന വിധത്തിലേക്ക് ആയതിനെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്തരമൊരു ധർമ്മബോധത്തിന് കൗരവപക്ഷത്തിന്മേൽ ഒരു സ്വാധീനതയുമില്ല. വാസ്തവത്തിൽ ജ്ഞാനധർമ്മ വയോവൃദ്ധന്മാർ അപ്പങ്കിലാണുള്ളത്. മഴ പെയ്യുന്ന കേട്ടോ. ഭീഷ്മരും വിതുരരും ദ്രോണരും ആ അന്ധപിതാവ് പോലും ധർമ്മനിർദ്ദേശം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാലും ദുര്യോധൻ്റെ പ്രാകൃത ഭാവങ്ങൾ മാത്രമാണ് എപ്പോഴും അവിടെ അധികാരശക്തി. ഇത്രയും പേര് ധർമ്മനിർദ്ദേശം ചെയ്തിട്ട് ശകുനി പോലും പറയുകയാണ് അവരുടെ സ്വത്ത് തിരിച്ചു കൊടുക്കുമെന്ന്. എന്നിട്ട് പോലും ദുര്യോധൻ അതിനൊരല്പം പോലും വഴങ്ങിയില്ല എന്നാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കർണശകുനി പ്രഭൃതികളുടേതിനും ആ ദുര്യോധനെ പോലും ഇപ്പുറത്ത് ഭീമസേനൻ എന്ന പോലെ ധർമ്മബോധമുദിക്കാൻ തക്ക വലിയൊരു സന്ദർഭമായിരുന്നു ഈ ഘോഷയാത്രാനുഭവം. അതായത് ദുര്യോധന് പോലും ഉള്ളിലൊരു ധർമ്മബോധം ഉണ്ടാകത്തക്ക വിധത്തിലാണ് ധർമ്മപുത്രർ പ്രവർത്തിച്ചത് എന്നാണ്. ഇത്രയും ഉദാത്തശീലരായ പാണ്ഡവരുമായി കൂടിക്കഴിയുകയാണ് ഇനി നല്ലതെന്ന് അയാൾക്കപ്പോൾ തോന്നേണ്ടിയിരുന്നു, ശകുനിക്ക് തോന്നിയതുപോലെ. പ്രായോപവേശത്തെ കഴിച്ചാൽ ഇതൊന്നു മാത്രമേ ആ മാനക്കേടിന് പരിഹാരമുള്ളൂവല്ലോ. എന്നിട്ടും അയാൾക്കത് തോന്നിയില്ല. ശകുനിയുടെ മുഖത്ത് നിന്ന് ആശയം ആവിർഭവിച്ചും അയാളത് ചെവിയിൽ കയറിയില്ല. ഇവിടെ കൗരവപക്ഷവും ബുദ്ധിവിദ്യാഭ്യാസ സമ്പന്നമായിരുന്നിട്ടും വെറും പ്രാകൃതരെ പോലെ പ്രവർത്തിക്കുകയും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുകയാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭാവം കാണിക്കുന്നു. സ്വന്തം ധർമ്മം, തനിക്ക് നാണക്കേട് വരുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് ഭയം വരുമ്പോൾ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുകയാണ് ശരി എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാന ഭാവത്തെയാണ് ദുര്യോധനൻ അവിടെ. തിരുത്താൻ തയ്യാറല്ല, പ്രവർത്തിക്കാനും തയ്യാറല്ല. അതാണ്. അങ്ങനെ ഈ ഘോഷയാത്ര പ്രാകൃതത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധർമ്മബോധത്തെ തെളിയിച്ചെഴുതിയ ഒരു വിശിഷ്ട സന്ദർഭമാണെന്ന് വരുന്നു. അതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്ന 2020. അതായത് അവിടെ ധർമ്മപുത്രരുടെ ധർമ്മബോധം മാത്രമല്ല,
അതായത് ശകുനിയിൽ പോലും ധർമ്മബോധം ഉണർത്താൻ പ്രേരണയായി തീർന്ന ഒരു ധർമ്മബോധം ധർമ്മപുത്രർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രസക്തി. അതേസമയം തന്നെ ദുര്യോധനിൽ ആ ധർമ്മബോധം ഉണർന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അത് തിരിച്ചറിയാതെ പ്രായോപവേശത്തിന് പുറപ്പെട്ടു എന്നുള്ളതും ശരിയാണ്. ഭീമൻ്റെ പ്രാകൃതത്വത്തിന്മേലും ദുര്യോധനാദികളുടെ പ്രാകൃതത്വത്തിന്മേലും ഒരു ധർമ്മബോധത്തെ ഒന്ന് തെളിയിച്ചെഴുതാൻ ഈ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞു എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വ്യാസൻ ഒരു ഭാഗം വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. ആ കാരണത്തെയാണ് ഘോഷയാത്രയുടെ കാരണം എന്താണ്, അങ്ങനെ ഒരു യാത്ര പോകാനുള്ള കാരണം എന്താണ് എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ആവട്ടെ, ഇത് മഹാഭാരതത്തിലെ ഒരു ഗൂഢാശയമൊന്നുമല്ലല്ലോ. പാണ്ഡവന്മാർ ധർമ്മിഷ്ഠരും ധാർത്തരാഷ്ട്ര അധർമ്മിഷ്ഠരുമാണെന്ന് ഇതിൽ പലപാട് വ്യംഗ്യമായും വാച്യമായും വെളിപ്പെടുത്തിയിട്ടുള്ളതും ഭാരതകഥ കേട്ടവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അതെ, പക്ഷേ അത് സാമാന്യ ദൃഷ്ടികൾക്ക് പാകപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ബാഹ്യ ചിത്രം മാത്രമായിരിക്കുന്നതും വാസ്തവത്തിൽ ആ ധർമാധർമ്മങ്ങളുടെ പിന്നിലുള്ള ബലാബലങ്ങളെ നോക്കുമ്പോൾ ഈ ചിത്രത്തിലെ നിഴലും വെളിച്ചവും മാറി വീഴുമെന്ന് കവി സൂചിപ്പിച്ചത് അല്പം മുമ്പ് കണ്ടു. അതുകൊണ്ട് ഇത്ര മാത്രമേ ഇവിടെ തീർത്തു പറഞ്ഞുകൂടൂ. യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പേരിൽ ചെയ്ത മറ്റു പലതിനെയും എങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചാലും ഇതൊന്ന് ആ വിധം വ്യാഖ്യാനിക്കപ്പെടാവുന്നതല്ല തന്നെ. കാരണം ഇതിൻ്റെ പിന്നിൽ ബലമുണ്ട്, സ്നേഹവുമുണ്ട്. അതായത് ജ്ഞാതിധർമ്മമാണ് അദ്ദേഹത്തിൻ്റെ ബലമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ബലബോധം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. വേറെ പല സന്ദർഭത്തിലും ഈ ബലബോധം അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ അദ്ദേഹം ആ ബലബോധം പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരോടുള്ള അഗാധമായ സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അവരെ ഭയന്നിട്ടല്ല അദ്ദേഹം അത് ചെയ്യുന്നത്. അതായത് ധൃതരാഷ്ട്ര അങ്ങോട്ട് പോണ്ട എന്ന് പറയുമ്പോൾ അവരോടുള്ള ഭയം കൂടിയുണ്ട്. നാളെ എങ്ങനെയായിരിക്കും അവർ എൻ്റെ പുത്രന്മാരോട് പെരുമാറുന്നത് എന്നുള്ള ഭയം കൂടി അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട്. പക്ഷേ ദുര്യോധൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ട്, ദുര്യോധനൻ പ്രായോപവേശം ചെയ്യാൻ തയ്യാറായതിൻ്റെ അടിസ്ഥാന കാരണം ഗന്ധർവന്മാരൊക്കെ ഇവർക്ക് കൂട്ടുണ്ടല്ലോ എന്ന് ഭയന്നിട്ടാണ് എന്ന് നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭയം ഒന്നുമല്ല ധർമ്മപുത്രരെ നിയന്ത്രിച്ചത്, അതിൻ്റെ പിന്നിൽ ബലബോധമാണ്, സ്നേഹവുമാണ്. കാരണം തനിക്ക് തൻ്റെ ജ്ഞാതികളോടുള്ള അസാമാന്യമായ സ്നേഹത്തിൻ്റെ അതിലൂടെ ആ തൻ്റെ കർമ്മം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ബലബോധമാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. അതുപോലെ അതിൽ സ്നേഹവുമുണ്ട്. എല്ലാ തവണയും കർണനെയും കൗരവപക്ഷത്തെയും പുകഴ്ത്തുന്ന കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ ധർമ്മപുത്രരുടെ ധർമ്മബോധത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഘോഷയാത്ര പ്രാകൃതത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധർമ്മബോധത്തെ തെളിയിച്ചെഴുതിയൊരു വിശിഷ്ട സന്ദർഭമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് മറ്റ് പലതിനെയും യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പേരിൽ ചെയ്ത മറ്റു പലതിനെയും എങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചാലും അവസാനത്തെ സെൻറ്റൻസാണ്, ഇതൊന്ന് ആ വിധം വ്യാഖ്യാനിക്കപ്പെടാവുന്നതല്ല തന്നെ. ഇവിടെയും ചോദിക്കേണ്ട ചോദ്യമായിട്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ ബലമുണ്ട്, സ്നേഹവുമുണ്ട് എന്ന് ധർമ്മപുത്രരെ നന്നായിട്ട് പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ ധർമ്മപുത്രരുടെ ധർമ്മബോധത്തെ നമ്മുടെ മുമ്പിൽ തന്നെ തെളിയിച്ചെഴുതി തരുന്ന ഒരു വിശിഷ്ട സന്ദർഭമായിട്ടാണ് ഘോഷയാത്രയെ കുട്ടിക്കൃഷ്ണമാരാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓക്കെ.